ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 56 മുതൽ 60 വരെയുള്ള ശ്ലോകം നോക്കാം. ദുഃഖേഷനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീഃ മുനിഃ ഉച്യതേ. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ, ദുഃഖങ്ങളിൽ ചലിക്കുന്ന മനസ്സില്ലാത്തയാൾ അല്ലെങ്കിൽ ഇളകാത്ത മനസ്സോടുകൂടിയവൻ. സുഖേഷു വിഗതസ്പൃഹഃ, സുഖങ്ങളിൽ ഗതമായ സ്പൃഹ അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടിയവൻ, സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവൻ. വീതരാഗഭയക്രോധഃ, രാഗവും ഭയവും ക്രോധവും എല്ലാം ഉപേക്ഷിച്ചവൻ. സ്ഥിതധീഃ, ആ സ്ഥിതപ്രജ്ഞൻ എന്ന് മുനിഃ ഉച്യതേ, ആ മുനിയെ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ഥിതപ്രജ്ഞനായ മുനിയുടെ ലക്ഷണമാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും? ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സോട് കൂടിയവനും ഭൗതിക സുഖങ്ങളിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനും, രാഗവും ഭയവും ക്രോധവും ഒന്നും ഇല്ലാത്തവൻ അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തനായവൻ ആകുന്ന മുനിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ, സാധാരണഗതിയിൽ നമുക്കെല്ലാം ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമ്മളെല്ലാം എന്താ ചെയ്യുക? വളരെ മാനസികമായി തളർച്ചയുള്ളവരായിരിക്കും. ചിലർക്കൊക്കെ തോന്നും, എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ കൊണ്ട് നടക്കുന്നത്? എനിക്ക് ഉണ്ടാകുന്നത് നിരന്തരം ദുഃഖങ്ങൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ചിലരെല്ലാം ഇതിനെ ഉപേക്ഷിക്കാറുമുണ്ട്. തന്നെയുമല്ല, മറ്റൊരവസരത്തിൽ വളരെയധികം സന്തോഷങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഭൗതിക സുഖങ്ങളുണ്ടായാൽ അതിൽ വളരെയധികം സന്തോഷിക്കും. അപ്പോൾ മനസ്സിൻ്റെ ആ ചലനങ്ങൾ, ദുഃഖമുണ്ടാകുമ്പോൾ താഴേക്ക് പോകുന്നു, സുഖമുണ്ടാകുമ്പോൾ മുകളിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ആ മനസ്സിൻ്റെ രണ്ടറ്റത്തേക്കുമുള്ള ആ ചലനങ്ങൾ അതില്ലാത്തവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, രാഗ ക്രോധ ഭയങ്ങൾ ഒക്കെ ഇല്ലാത്തവനായ ഒരാൾ കൂടിയായിരിക്കണം സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യം. എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇതുണ്ടായെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ ആഗ്രഹം. അതുപോലെ ഭയം, ഏതെങ്കിലും ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട്, ആരുടെയെങ്കിലും ചില കർമ്മങ്ങളോടൊക്കെ ഭയമുണ്ടാകുക. ക്രോധം ഉണ്ടാവുക, ചിലപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ അത് നമുക്ക് കിട്ടാൻ തടസ്സമായി നിന്ന ആളുകളോട് നമുക്ക് ചിലപ്പോൾ ക്രോധം ഉണ്ടാവും. അതും ഒഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സോട് കൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും രാഗ ഭയ ക്രോധങ്ങളിൽ നിന്ന് നിശേഷം മുക്തനുമായ ഒരാളെയാണ് നമുക്കിവിടെ
സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുവാൻ കഴിയുക എന്നാണ് ഭഗവാൻ അർജുനന് നൽകുന്ന ഉപദേശം. ഭൗതിക സുഖങ്ങളെ കാക്ഷിക്കുന്ന ഏതൊരാളിലും ഉണ്ടാകാവുന്ന മനസ്സിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചലനങ്ങളെ തന്നെയാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ആ ചലനങ്ങളിലെല്ലാം നമുക്ക് ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സദ്ഗതി നേടുന്നതിന് തടസ്സമായി തീരും. മനുഷ്യജന്മത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്താണോ അതിനെ നേടിയെടുക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനസ്സിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള ചലനവും രാഗദ്വേഷ ഭയക്രോധങ്ങൾ എന്നെല്ലാം പറയുന്നത് അതും നമ്മളെ സദ്ഗതിയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നവയാണ്. പിന്നീടൊരു ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. 3 മാർഗങ്ങളാണ് നമുക്ക് നരകത്തിലേക്ക് കാണിച്ചു തരുന്നത്. കാമ, ക്രോധ, തഥാ ലോഭ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, ക്രോധം ആഗ്രഹിച്ച് കിട്ടാതെ വരുമ്പോഴുണ്ടാവുന്ന മനസ്സിൻ്റെ ദേഷ്യാവസ്ഥ, തഥാ ലോഭ അതുപോലെ തന്നെ ലോഭം, കിട്ടിയതിനെ ഞാൻ ആർക്കും പങ്കുവയ്ക്കില്ല എന്നുള്ള ആ ശഠിക്കൽ. ഇതാണ് 3 നരകത്തിലേക്കുള്ള വാതിലുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഏത് വഴിയിലൂടെ പോയാലും നമ്മൾ എത്തുന്നത് നരകത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. നരകം എന്ന് പറഞ്ഞാൽ എവിടെയോ മറ്റൊരു ലോകത്തുള്ള ഒരു വസ്തുവായിട്ടല്ല സങ്കല്പിക്കപ്പെടേണ്ടത്. ഈ 3 മാർഗങ്ങൾ നമ്മളെ മാനസികമായ അശാന്തിയിലേക്ക് നയിക്കും. അതുവഴി നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുതന്നെയാണ് നരകവും. അതിൽ നിന്നെല്ലാം മുക്തനാവാൻ ഉള്ള ഉപായമാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്ന സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ ആണ് ഈ പറയുന്നത്. ഇതിനു മുൻപ് അർജുനൻ ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഇങ്ങനെയുള്ള അർജുനൻ്റെ ആ ചോദ്യം, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്, അയാൾ എങ്ങനെയാണ് നടക്കുക, അയാളെങ്ങനെ സംസാരിക്കുക, അയാളെങ്ങനെ സഞ്ചരിക്കുക എന്നെല്ലാം ചോദിച്ച ആ ചോദ്യത്തിന് ഭഗവാൻ ഓരോന്നായിട്ട് ഉത്തരങ്ങൾ പറയുകയാണ്. ഓരോ ലക്ഷണങ്ങളെ കാണിച്ചുകൊണ്ട് ഉത്തരങ്ങൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദുഃഖേഷു അനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ യസ്സർവത്ര അനഭിസ്നേഹസ്തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഹ സർവത്ര അനഭിസ്നേഹഃ തത്തത് പ്രാപ്യ ശുഭ അശുഭം ന അഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഹ ഏതൊരാളാണോ സർവത്ര സകലത്തിലും എല്ലാത്തിലും അനഭിസ്നേഹ വിശേഷമായ ഒരു സ്നേഹം ഇല്ലാത്തവനായിരിക്കുന്നത്, തത്തത് പ്രാപ്യ അതിനെയെല്ലാം നേടിയിട്ട് ശുഭ അശുഭം അത് നല്ലതിനെ പ്രാപിച്ചാലും ചീത്തയെ പ്രാപിച്ചാലും, അതായത് ഇഷ്ടമുള്ളതിനെ കിട്ടിയാലും ഇഷ്ടമില്ലാത്തതിനെ കിട്ടിയാലും ഒക്കെ ന അഭിനന്ദതി അത് നല്ലതിനെ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നതുമില്ല, ന ദ്വേഷ്ടി നല്ലതല്ലാത്തതിനെ കിട്ടുമ്പോൾ ദ്വേഷിക്കുന്നതും ഇല്ല, അല്ലെങ്കിൽ വെറുക്കുന്നതും ഇല്ല. അങ്ങനെയുള്ള അയാളെ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അയാളുടെ മനസ്സാണ് ഉറച്ചതാണ് എന്ന് പറയുന്നത്, അയാളുടെ ബുദ്ധി ഉറച്ചതാണ്, സ്ഥിതപ്രജ്ഞൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പല വസ്തുക്കളിലും വിശേഷമായ താല്പര്യം ജനിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ബാല്യാവസ്ഥയിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, കൗമാരാവസ്ഥയിൽ ഒരു ജോലി വേണം, ഒരു വിവാഹം വേണം, അത് കഴിഞ്ഞൊരു ഗൃഹം, ഒരു വാഹനം, പിന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം എന്നെല്ലാം പറഞ്ഞ് പല ആഗ്രഹങ്ങളും നമുക്കുണ്ട്. അപ്പോൾ സ്ഥിതപ്രജ്ഞനായ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറഞ്ഞ ഒന്നിലും വിശേഷമായൊരു പ്രതിപത്തി ഇല്ലാത്തവനായിരിക്കും. അയാളിലേക്ക് വരുന്നത് സുഖമായാലും ദുഃഖമായാലും ആ സുഖങ്ങളിൽ
അതിരുവിട്ട് സന്തോഷിക്കുകയോ ദുഃഖങ്ങളിൽ വല്ലാതെ സങ്കടപ്പെടുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള ഒരാൾ അയാളുടെ ബുദ്ധി ഉറച്ചതാണ് എന്ന് പറയും. ഇതെല്ലാം ജീവാത്മാവിൻ്റെ ഒരു പ്രത്യേക പന്ഥാവിലൂടെയുള്ള യാത്രയിലൂടെ വന്നു ചേരുന്നത്, ലഭിക്കുന്നതാണ്. എല്ലാവർക്കും പ്രായം കൊണ്ട് ലഭിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേവലം പ്രായം മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ മാത്രമല്ല ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ വേണ്ട യോഗ്യത. ഏത് വിധമായാലാണോ നമ്മുടെ മനസ്സിനെ ഈ കാമക്രോധ ലോഭമോഹ ഭയം ആദികളെയൊക്കെ ഉപേക്ഷിക്കാൻ കഴിയുന്നത്, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ ജീവിതചര്യയിൽ വിനിവർത്തിക്കുവാൻ അല്ലെങ്കിൽ അതിലൂടെ പോകാനായിട്ട് കഴിയുന്ന ഒരാൾക്കാണ് കാലക്രമം കൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പെട്ടെന്നൊരു ദിവസം നമുക്ക് ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്ന് കരുതുന്നത് യുക്തമല്ല, അത്ര എളുപ്പവുമല്ല. ഇപ്പോൾ ഉപനിഷത്തിൽ പറയും, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിത ദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത, ഉണരുക, ജാഗ്രത, ജാഗരൂകരായിരിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി പരിസരമെല്ലാം വീക്ഷിക്കുക. പ്രാപ്യ വരാൻ നിബോധത, ശ്രേഷ്ഠരായ ആളുകളെ സമീപിച്ച് അറിവ് നേടുക. അത് അത്ര എളുപ്പമാണെന്നല്ല പറയുന്നത്. ക്ഷുരസ്യധാര നിശിത ദുരത്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. കവയഃ വദന്തി, അറിവുള്ളവർ പറയുന്നു. ദുർഗം പദഃ തത്, ആ മാർഗം വളരെ കഠിനതരമാണ്. അത് ഏത് തരമാണെന്നാണ് ആദ്യ പാദത്തിൽ ഉപമിക്കുന്നത്. എങ്ങനെയെന്നാൽ ക്ഷുരസ്യധാര നിശിത ദുരത്യയ, ക്ഷുരകൻ്റെ കത്തി, ക്ഷൗരക്കത്തി, അതിൻ്റെ മൂർച്ചയുള്ള ആ അഗ്രത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദുഷ്കരമാണോ അത്ര ദുഷ്കരമാണ് ഈ പ്രകാരമുള്ള അറിവിനെ നേടിയെടുക്കുക എന്ന് പറയുന്നത്. ഇത് വളരെയധികം സമയമെടുത്തും വളരെയധികം നിഷ്ഠകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രം നേടിയെടുക്കാനുള്ള ലക്ഷ്യസ്ഥാനമാണ്. അതുകൊണ്ട് അതിനായിട്ട് ഏതൊരാളാണോ പരിശ്രമിക്കുന്നത് അവർക്ക് പടിപടിയായിട്ട് ഈ മാർഗത്തിലൂടെ മുന്നേറുവാൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യസ്സർവത്രാനഭിസ്നേഹസ്തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ച അയം കൂർമഃ അംഗാനി ഇവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയ അർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ, എപ്പോഴാണോ സംഹരതേ ച അയം കൂർമഃ അംഗാനി ഇവ സർവശഃ. കൂർമഃ ഒരു ആമ, അംഗാനി അതിൻ്റെ അംഗങ്ങളെ, രണ്ട് കൈയും രണ്ട് കാലും ഒരു തലയും, ഇതിനെയൊക്കെ സംഹരതേ സർവശഃ എല്ലാത്തിൽ നിന്നും ബാഹ്യലോകത്തിൽ നിന്നും പിൻവലിക്കുന്നത് എപ്പോഴാണോ, ഏത് പ്രകാരമാണോ, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ അർത്ഥേഭ്യ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ആരാണോ പിൻവലിക്കുന്നത് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അയാളുടെ ബുദ്ധി ഉറച്ചതാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് കൂർമ്മം അല്ലെങ്കിൽ ആമയെ കണ്ടിട്ടുണ്ട്. വളരെ സുപരിചിതമായ ഒരു ജീവിയാണ് ആമ. ഈ ആമ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആ പുറന്തോടിൻ്റെ ഉള്ളിൽ അത് വളരെ ഭദ്രമാണ്. അതിൻ്റെ കൈകളും കാലുകളും തലയും ഒക്കെ പുറന്തോടിന് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് അത് പരിസരത്തെക്കുറിച്ച് അറിയുന്നത്, സഞ്ചരിക്കുന്നതൊക്കെ. പക്ഷേ
ഏതെങ്കിലും ഒരു അപകടം അതിൻ്റെ മുന്നിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കൈയും കാലും തലയും ഒക്കെ ആ പുറന്തോടിനുള്ളിലേക്ക് പിൻവലിച്ചു കളയും. ഇതുപോലെയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഒക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ യഥേഷ്ടം വ്യാപരിക്കുന്നതാണ്. അതിനെ ബോധപൂർവം ആരാണോ പിൻവലിച്ച് തന്നിൽ തന്നെ ഉറപ്പിക്കുന്നത് അയാളുടെ ബുദ്ധി ഉറച്ചതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാം ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന പഞ്ചതന്മാത്രകൾ. അത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. ആ പറഞ്ഞ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന തന്മാത്രകളാണ് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. സദാസമയവും ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും വളരെ ഭംഗിയായി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ അവസ്ഥയിൽ അത് ഈ 5 ഇന്ദ്രിയങ്ങളും അതിൻ്റെ ഇന്ദ്രിയ അർത്ഥങ്ങളെ ഗ്രഹിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ തൊട്ടടുത്ത് നിന്ന് എന്തെങ്കിലും നല്ല സുഗന്ധം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രഹിക്കും. അല്ലെങ്കിൽ അരികിലൂടെ ഏതെങ്കിലും ഭംഗിയുള്ള ഒരു വസ്തുവുമായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രഹിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വസ്തു വന്ന് നമ്മളെ മുട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്പർശനത്തെ മനസ്സിലാക്കും. അതുപോലെ നല്ല ഭക്ഷണത്തെ രുചിച്ച് മനസ്സിലാക്കും. നല്ല ശബ്ദത്തെ കേട്ടാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇപ്രകാരമുള്ള നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും വിഷയമാകുന്ന ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങളെയൊക്കെ സദാസമയവും നമ്മൾ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും സാധാരണ ഒരാൾ. പക്ഷേ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് യഥേഷ്ടം പാഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ എവിടെയെല്ലാം കൊണ്ടെത്തിക്കും എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. ഇപ്പോൾ നല്ല ഒരു സുഗന്ധം അല്ലെങ്കിൽ വളരെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ ഗന്ധമാണ് ഘ്രാണിക്കാൻ കഴിയുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ ആ ഭക്ഷണം വേണമെന്ന ആഗ്രഹം തോന്നാം. അതിനുവേണ്ടി അതിൻ്റെ ഉറവിടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കൊടുക്കേണ്ടതായ തുക കൊടുത്ത് വാങ്ങിക്കുവാൻ ചിലപ്പോൾ കഴിവില്ലെങ്കിൽ അതൊരു മോഹഭംഗത്തിലേക്ക് നമ്മളെ എത്തിക്കാം. അതുപോലെ തന്നെയാണ് മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളും. ഈ 5 ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയ വിഷയങ്ങളാൽ പല ദിക്കുകളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ അതിനെല്ലാം തിരിച്ചു പിടിച്ച് എങ്ങനെയാണോ ഒരു ആമ അതിൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ആ പുറന്തോടിനുള്ളിൽ ഒതുക്കുന്നത്, അതുമാതിരി ഏതൊരാൾക്കാണോ ഈ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് തന്നിൽ തന്നെ ഉപസംഹരിക്കാൻ അല്ലെങ്കിൽ തന്നിൽ തന്നെ അടക്കി നിർത്തുവാൻ സാധിക്കുന്നത് അയാളുടെ ബുദ്ധിയാണ് ഉറച്ചതാണ് എന്ന് പറയുന്നു. ഇവിടെയും ഭഗവാൻ സൂചിപ്പിക്കുന്നത് മോക്ഷമാർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരാൾ, അയാൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഏകാഗ്രമായ ധ്യാനത്തോടുകൂടി ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാവിനെ ധ്യാനിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു നിഷ്ഠയും വളരെ നിർണായകമാണ്, വളരെ അത്യാവശ്യം. നമ്മളെല്ലാം പല ക്ഷേത്രങ്ങളിലും അന്വേഷിച്ച് നടക്കുന്ന ഈശ്വരൻ വാസ്തവത്തിൽ നമ്മുടെ തന്നെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് പരമമായ അല്ലെങ്കിൽ അഭൗമമായ ആ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നത് അങ്ങനെയാണ്: ഒരു 10,000 വരുവത് പോലെ വരും വിവേകവൃത്തി, അറിവിനെ മൂടും അനിത്യമായയാമി, ഇരുളിനീർന്നെഴുമാതി സൂര്യനത്രേ. നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം അത് 10,000 ആതിഥേയന്മാരുടെ പ്രകാശത്തിനും ചൂടിനും ഊർജത്തിനും ഒക്കെ സമമായിട്ടുള്ളതാണ്. പക്ഷേ
അറിവിനെ മൂടും അനിത്യമായയാം ഈ ഇരുളിനെ ഈർന്നെഴും ആദ്യ സൂര്യനത്രേ എന്നാണ് പറയുന്നത്. ആ അറിവ് പ്രകാശസ്വരൂപമായിരിക്കുന്ന ആ അറിവ് ഉള്ളിലിരിക്കുമ്പോൾ അതിനെ മൂടുന്ന ഇരുളാണ് ഈ മായ എന്ന് പറയുന്നത്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ നിഷ്ഠകളിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതായ ലക്ഷ്യം എന്നുകൂടി ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസഃ അഭി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാः വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം. നിരാഹാരസ്യ, നമ്മൾ ഈ ശരീരത്തിന് നൽകുന്ന പോഷണമാണ് ആഹാരം. ആ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ശരീരം ശോഷിക്കുക സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ദേഹിക്കും, ഈ ചൈതന്യത്തിനും ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ വിഷയ സുഖങ്ങൾ അത് വളരെ ആനന്ദിപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ എപ്പോഴാണോ മനസ്സിനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് തന്നിലേക്ക് തന്നെ ഒതുക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അങ്ങനെയുള്ള ആ ജീവാത്മാവ് ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി നിർത്തുമ്പോൾ അതിൻ്റെ വിഷയാഭിലാഷം ഒഴിച്ചുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടുമാറും. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ ഉപസംഹരിക്കുക വഴി നമുക്കുള്ള വിഷയ അഭിലാഷങ്ങൾ ഒഴികെ ഉള്ള വിഷയബന്ധങ്ങളൊക്കെ മാറും. ഈ അഭിലാഷം അവിടെ എന്നാലും ബാക്കി നിൽക്കും. ആ വിഷയാഭിലാഷത്തെ കൂടി ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ പറയുന്നത്. അസ്യ രസഃ അഭി, അയാളുടെ ആ രസ അഭിലാഷം അത് പരം ദൃഷ്ട്വാ നിവർത്തതേ. ആ പരമാത്മ ചൈതന്യത്തോടുകൂടിയ കൂടിച്ചേരലിൽ ബാക്കി കൂടി നശിക്കുന്നു. ഒരു അനുകൂല സാഹചര്യം വന്നാൽ ഒരാൾ അനുഷ്ഠിച്ചേക്കാവുന്ന ഒരു കുകർമ്മം, ഉദാഹരണം എന്തെങ്കിലും ഒരു വസ്തു മോഷ്ടിക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത്, അത് കാണുമ്പോഴാണ്, ആ വസ്തു കാണുമ്പോൾ അതിനോട് ഒരാഗ്രഹം തോന്നുന്നു. പക്ഷേ എല്ലാവരും കണ്ടു നിൽക്കെ നമുക്കത് എടുക്കാൻ പേടിയായിരിക്കും. എന്നാൽ തൽക്കാലം ആരുമില്ല എന്ന് വരികിലോ, ആരും കാണുന്നില്ല എന്ന് തോന്നിയാൽ പതുക്കെ അതിങ്ങെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ വിഷയ അഭിലാഷങ്ങൾ ഒക്കെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ആ വിഷയങ്ങളിൽ രമിക്കുവാനുള്ള താല്പര്യമുണ്ടാകുന്നത്. അതിന് അനുകൂലമായ സാഹചര്യമുള്ളപ്പോഴാണ് അതെല്ലാം ഭുജിക്കുന്നതും. എന്നാൽ ഇനി അത് വേണ്ട, ഈ സാഹചര്യം ശരിയല്ല, ഇങ്ങനെ അനുഭവിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ വിഷയ സുഖങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിക്കുമെങ്കിലും ആ വിഷയാഭിലാഷം വീണ്ടും രൂഢമൂലമായിട്ട് അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ആ വിഷയാഭിലാഷത്തെ നശിപ്പിക്കുവാനാണ് പരം ദൃഷ്ട്വാ നിവർത്തതേ എന്ന് പറഞ്ഞത്. ആ പരമാത്മ ചൈതന്യത്തോട് യോജിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പരമാത്മാവിനെ ദർശിക്കുമ്പോഴാണ് ഈ വിഷയാഭിലാഷവും ഇല്ലാതാവുന്നത്. അപ്പോഴാണ് പരമപദം പ്രാപിച്ചു എന്ന് പറയാൻ സാധിക്കുക. ആകെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായ വിഷയം, ഈ ഭൗതിക വസ്തുക്കളോടുള്ള നമ്മളുടെ അദമ്യമായ ആഗ്രഹത്തെ കഴിവതും നിയന്ത്രിക്കുക. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ബോധ്യമായി വരുന്ന വസ്തുക്കളെയൊക്കെ ഓരോന്നായിട്ട് ഒഴിവാക്കിയെടുത്ത് അവസാനം ആ വസ്തുക്കളെ കണ്ടാലും നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക്
എത്തിച്ചേരാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ ധാരാളം നിഷ്ഠകൾ വയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ച് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിക്കും തുടക്കത്തിൽ. ആ സമയത്ത് അതിന് തൊട്ട് മുൻപ് വരെ ഇതെല്ലാം ഉപയോഗിച്ചിരുന്ന നമുക്ക്, മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിച്ചിരുന്ന നമുക്ക്, ഇതെല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് ഇനി ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ അതിനെ ഉപേക്ഷിക്കും. എങ്കിലും അതിനോട് ഒരു പ്രതിപത്തി ഉണ്ടാകും. എന്നാൽ വളരെ നാളുകൾ ഇപ്രകാരം അതിനെ വേണ്ട എന്ന് സ്വബോധത്തോടുകൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വേണമെന്ന് തോന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണ കാര്യങ്ങൾ ഓരോ വസ്തുക്കളോടും നമുക്ക് തോന്നുക. ആദ്യമെല്ലാം അതിനോടെല്ലാം വളരെ താല്പര്യം തോന്നുമെങ്കിലും പിന്നീട് അത് ഒഴിവായി വരും എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാ ഭൗതിക സുഖങ്ങളും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണെന്നിരിക്കലും അത് ഓരോന്നായിട്ട് ഉപേക്ഷിച്ച് അതിൽ തന്നെ സന്തോഷം കണ്ടെത്തുമ്പോഴും ആ അഭിലാഷം മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് അനുരൂപമായ സാഹചര്യം വരുമ്പോൾ അത് പുറത്ത് വരികയും ചെയ്യും. അതും ഒഴിവാകുന്നത് ഇപ്രകാരമുള്ള ആ യോഗമാർഗത്തിലൂടെ സഞ്ചരിച്ച് പൂർണ്ണമായും മുക്തി നേടുന്ന സമയത്താണ്. വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. യതതഃ അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. യതതഃ അപി കൗന്ദേയ, ഇപ്രകാരം പൂർണ്ണമായിട്ടും മനസ്സിനെ നിയന്ത്രണത്തിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന പുരുഷസ്യ, ആ പുരുഷൻ്റെ, വിപശ്ചിതഃ, ഇപ്രകാരം ശ്രമിക്കുന്ന ആ പുരുഷൻ്റെ, ഇന്ദ്രിയാണി പ്രമാദീനി, പ്രമാദികളായിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷോഭിപ്പിക്കുന്നവയായ ഇന്ദ്രിയങ്ങൾ, ഹരന്തി പ്രസവം മനഃ, ബലമായിട്ട് മനസ്സിനെ ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നിലേക്ക് നിയന്ത്രിക്കാനായിട്ട്, ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വിവേകിയായ മനുഷ്യൻ്റെ മനസ്സിനെ പോലും ഈ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ എത്ര തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ വശത്താക്കി നിർത്തിയാലും നമ്മളുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ വളരെയധികം സന്തോഷം നൽകുന്നതായ ഒരു വസ്തുവിനെ അനുഭവിക്കാൻ അവസരം വന്നാൽ വളരെ ബലമായിട്ട് നമ്മളുടെ മനസ്സിനെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും ഈ ജ്ഞാനേന്ദ്രിയം. അതുവരെ എത്ര തന്നെ നിയന്ത്രിച്ച് അടക്കി നിർത്തിയിരുന്നതായാലും ഈ ഒരു സമയത്ത് അതിന് കീഴ്പ്പെട്ടു പോകും, എത്ര അടക്കമുള്ള മനുഷ്യനായാലും. പല ഉദാഹരണങ്ങളും നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയും. ഓരോ മുനിമാരുടെയെല്ലാം തപസ് ഇളക്കാനൊക്കെ അപ്സരസുകൾ വരുന്ന രംഗങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. വിശ്വാമിത്രൻ്റെ തപസ് ഇളക്കിയ മേനക, അതിൽ നിന്ന് ശകുന്തള ഉണ്ടാകുന്നു. അപ്പോൾ രാജർഷിയായിരിക്കുന്ന ഈ വിശ്വാമിത്രന് പോലും ഇപ്രകാരം ഒരു ഇന്ദ്രിയ വിഷയം തൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ ഇന്ദ്രിയത്തിന് കീഴ്പ്പെട്ടവനായിട്ട് അതിന് വശംവദനായി പോകുന്നു. അപ്പോൾ എത്ര തന്നെ മനസ്സിന് നിയന്ത്രണമുള്ളവനായാൽ പോലും അതിശക്തങ്ങളായ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ അതിലേക്ക് ബലമായി വലിച്ചു കൊണ്ടുപോകും. ചിലപ്പോൾ നമുക്ക് അതിനെ പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല.
യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.